നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ 11 ജില്ലകളിലെയും 2 താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കാസർഗോഡ്, മലപ്പുറം, വയനാട്, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മതപഠന സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കുമാണ് അവധി. കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ആയിരിക്കരുത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബി.ജെ.പി. നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായുള്ള ഇന്ത്യയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. പുന്നേർകുളത്ത് CPI ഗുരുവായൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സഖാവ് അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലാണ് മണ്ഡലത്തിന്റെ വിവിധ ലോക്കൽ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഖാക്കൾ ചർച്ച നടത്തിയതെന്നാണ് ഇപ്പോൾ. ഒരു ലബോറട്ടറിയിലും കൊണ്ടുപോയി പരിശോധിക്കാതെ തന്നെ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമാണെന്ന് തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യയുടെ പ്രത്യേകതയായ ബഹുസ്വരതയെ ഇല്ലാതാക്കി ഫെഡറൽ മര്യാദ തകർക്കുകയാണ് BJP സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുന്നീർകുളത്ത് കാനം രാജേന്ദ്രൻ നഗറിൽ നടത്തിയ സമ്മേളനത്തിൽ CV ശ്രീനിവാസൻ പതാക ഉയർത്തി. IK ഹൈദരാലി രക്തസാക്ഷി പ്രമേയവും PK രാജേശ്വരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. K ജ്യോതിരാജ്, IK ഹൈദരാലി, ബിനീഷ് ചില്ലിക്കൽ, അനീഷ്മ ഷനോജ് എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സ്വാഗത സംഘം കൺവീനർ PT പ്രവീൺ പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ അഡ്വക്കേറ്റ് PK മുഹമ്മദ് ബഷീർ, രാജേശ്വരൻ, ശ്രീനിവാസൻ, ഗീതാരാജൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CN ജയദേവൻ, VS സുനിൽകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. നോർത്ത് പറവൂരിൽ നിന്നും ഇന്ന് പുലർച്ചെ കാണാതായ 3 കുട്ടികളെ കുന്നംകുളത്ത് നിന്നും കണ്ടെത്തി. രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഇവരെ കണ്ടത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പറവൂരിലെ ഒരു ഹോസ്റ്റലിൽ നിന്നുമാണ് പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളെ ഇന്ന് പുലർച്ചെ മുതൽ കാണാതായത്. ഉടൻ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും വിവരം അറിയിച്ചിരുന്നു. തുടർന്നാണ് യാത്രയ്ക്കിടെ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവരെ കണ്ടെത്തുന്നത്. നടപടികൾക്ക് ശേഷം നോർത്ത് പറവൂർ പോലീസിന് കൈമാറും. എരുമപ്പെട്ടി നെല്ലുവായി സെന്ററിന് സമീപം സ്കൂട്ടറിൽ നിന്ന് വീണ് യുവാക്കൾക്ക് പരിക്കേറ്റു. മങ്ങാട് സ്വദേശികളായ ജിറ്റസ്, ക്രിസ്റ്റോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ 2 പേരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ഏനാമാവ് റോഡിനോട് ചേർന്ന ഭാഗം വെള്ളക്കെട്ടിൽ. PWD അധികൃതർ നടത്തിയ അശാസ്ത്രീയ കാന നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആക്ഷേപം. കച്ചവട സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സമീപത്ത് ഓട്ടോ പാർക്കുമുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിക്കും PWD അധികൃതർക്കും കളക്ടർക്കും നിവേദനം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പാണ് PWD ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കാന പണിതത്. പക്ഷേ ഈ കാന പണിതപ്പോൾ ഈ പ്രദേശത്തെ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി ഹോളിടുക എന്ന പ്രവർത്തനം ചെയ്യാത്തത് മൂലം അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, മഴയ്ക്ക് മുമ്പ് മുഴുവൻ കാനകളും വൃത്തിയാക്കും എന്ന് പറഞ്ഞ് ഒരു കാന പോലും അവിടെ നിന്നും വൃത്തിയാക്കാത്തതും ഈ പ്രദേശത്തെ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും വളരെ പ്രയാസമേറിയ വെള്ളക്കെട്ടാണ്. ആർത്താറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സംഗമവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് KPCC ജനറൽ സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH ഷെഫീഖ് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഉണ്ണിനായർ, നബീസ എന്നിവരെ ആദരിച്ചു. DCC സെക്രട്ടറി ബിജോയ് ബാബു, അഡ്വക്കേറ്റ് CB രാജീവ്, പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു. ഗുരുവായൂർ നഗരസഭ 12ാം വാർഡ് അങ്ങാടിത്താഴം പഞ്ചാരമുക്ക് റോഡിനരികിൽ ചെറിയ തോടിൽ നിന്നും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം നഗരസഭ കൊണ്ടുപോകാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ശക്തമായി പെയ്യുന്ന മഴ
ഉള്ളപ്പോൾ റോഡരികിൽ മാലിന്യം കൂട്ടിവെക്കുമ്പോൾ മാലിന്യം തോടിലേക്ക് ഒലിച്ചിറങ്ങുകയും വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നഗരസഭ മാലിന്യം എടുത്തുമാറ്റണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരുമായ നൌഷാദ് അഹ്മു, അനീഷ് പാലയൂർ, ഷെജീർ അങ്ങാടി, ഷമീർ മോസ്കോ എന്നിവർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട നഗരസഭ ആരോഗ്യ വകുപ്പ് തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നൌഷാദ് അഹമ്മദ് പറഞ്ഞു. തോട്ടിലേക്കും പോകുന്ന അവസ്ഥ ഇല്ലാതാക്കുക, ഇതിന് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുക. പ്രദേശത്ത് ഈ വലിയ തോടുണ്ട്, വലിയ തോട്ടിലേക്കുള്ള കാനകൾ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കയറാത്തത്. ഈ കാനകൾ തുറന്നിട്ട് വെള്ളം എത്രയും പെട്ടെന്ന് കയറില്ല എന്നുണ്ടെങ്കിൽ ജുമാഅത്ത് പള്ളിയുടെ പരിസരങ്ങൾ, അതുപോലെ തന്നെ ഗമയ, എടപ്പള്ളി ഭാഗങ്ങളിൽ വെള്ളം കയറി, ഇന്ന് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങി പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള കാനകളും വലിയ തോട്ടിലേക്കുള്ള വഴികളും അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഈ ഭാഗങ്ങളിൽ പരിശോധിച്ച് നടപടി ഉണ്ടാവണം. നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരം മഴക്കും മറ്റുള്ള ഇതിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.